കേൾക്കുമ്പോൾ എത്ര സന്തോഷമാണ്, എത്ര സന്തോഷമാണ്. ഉമ്മാക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, നല്ല ആലിമായിട്ട്, നല്ല പണ്ഡിതനായിട്ട്, മരിച്ചു പോയാൽ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു ആലിമായിട്ട് ഉമ്മ വരണമെന്ന് ആഗ്രഹിച്ചാണ് ദർസിലേക്ക് പറഞ്ഞത്. ചീത്ത പറഞ്ഞിട്ടുണ്ടാകാം, മൊബൈൽ ഉപയോഗിച്ചതിന് ചീത്ത പറഞ്ഞിട്ടുണ്ടാകാം, പലപ്പോഴും നമ്മളെ വീട്ടിലെത്തുന്ന സമയത്ത് ഉമ്മ നമ്മളെ ശകാരിച്ചിട്ടുണ്ടാകാം. പക്ഷെ പൊന്നുമ്മ എങ്ങാനും മരണപ്പെട്ടാനുള്ള ദിവസം ആലോചിച്ച് നോക്കൂ. നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്നൊരു കോള് വന്നു, വീട്ടിൽ നിന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലണം, ഉമ്മ ഹോസ്പിറ്റലാണെന്നൊരു കോള് വന്നു. ഓടിക്കിതച്ച് നമ്മളെ കൂട്ടാൻ ആരൊക്കെയോ വന്ന് നമ്മൾ അവരെ കൂടെ വീട്ടിലേക്ക് ഓടിച്ചെന്ന സമയത്ത് ബേജാറോട് കൂടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് വീടിന്റെ മുമ്പിൽ ഇങ്ങനെ നീല പന്തല് വലിച്ചു കെട്ടിയിട്ടുണ്ട്, സ്റ്റൂളിട്ടിട്ടുണ്ട്, ചെയറിട്ടിട്ടുണ്ട്, ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെ യാസീനോത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ഒരുപാട് സ്ത്രീകൾ, കുട്ടികൾ, അമ്മമാരൊക്കെ ആർത്ത് കരയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് നമ്മുടെ പൊന്നുമ്മ മരണപ്പെട്ട് കിടക്കുന്ന ആ ജനാസ കണ്ടുകൊണ്ടാണ് നമ്മൾ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. ആ ഉമ്മയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഉമ്മയില്ലാത്ത ദിവസങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ കൂട്ടുകാരെ. നമുക്ക് താങ്ങായി തണലായി നമ്മളെ പോറ്റി വളർത്തിയ പൊന്നുമ്മ ഉള്ളുടെ ആ വിയോഗ വാർത്ത കേൾക്കാൻ പോലും നമുക്ക് സാധിക്കുകയില്ല. ഉമ്മയുടെ മയ്യത്ത് കാണാൻ വേണ്ടി നമ്മൾ ആ സിറ്റൗട്ടിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് വെള്ളക്കോറ തുണിയിൽ പൊതിഞ്ഞു മൂടിയ ഉമ്മയുടെ മയ്യത്തൊന്ന് കണ്ടു നോക്കൂ. പൊട്ടി പൊട്ടി കരഞ്ഞാർക്ക് കരയാനല്ലാതെ ഒന്നും സാധിക്കുകയില്ല. അള്ളാഹു ഉമ്മയുടെ പൊന്നുമ്മയുടെ റൂഹെടുത്തു പോയി. ഉമ്മയില്ലാത്ത ദിവസങ്ങളാണ് ഇനി നമുക്ക് വരാനുള്ളത് ദുനിയാവിലെ ജീവിതത്തിൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉമ്മയും ഉപ്പയും കൂട്ടുകാരും എല്ലാവരും വിരുന്നുകാരാണ്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയാൽ ഏത് സമയത്ത് നമ്മൾ ദുനിയാവിൽ നിന്ന് യാത്ര പറയേണ്ടവരാണ്. കുറഞ്ഞ കാലത്തേക്ക് നമ്മൾ ദുനിയാവിലേക്ക് വന്നവരാണ്. ഇവിടെ നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് സമ്പാദിച്ചിട്ട്, എന്തെങ്കിലുമൊക്കെ ഒന്നായി തീർന്നിട്ട് ദുനിയാവിൽ നിന്ന് തിരിച്ചു പോകുമ്പോ ആഖിറത്തിലേക്ക് കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ എന്തുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ ക്യാമ്പ് എന്ന് ഉറച്ച തീരുമാനത്തോട് ഈ ക്യാമ്പിൽ വെച്ച് നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഉറച്ച തീരുമാനം. ഇനി എന്റെ ജീവിതത്തിൽ ഒരു അശ്ലീലതകളിലേക്ക്, കുത്തയിഞ്ഞ ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കില്ല. എന്റെ ലക്ഷ്യങ്ങളെ ഞാൻ മറക്കുകയില്ല. എന്റെ പൊന്നുപ്പയും പൊന്നുമ്മയും കണ്ട് അവര് മരണപ്പെട്ട് കബറിൽ കിടക്കുന്ന സമയം